ഹായ് എവരി വൺ, എൻ്റെ പേര് അനൂപ്, ഡി വേൾഡ് ഇൻ്റർനാഷണലിൻ്റെ ഡയറക്ടറാണ്. ഇന്ന് നമ്മൾ ഫോച്ച എന്ന് പറയുന്ന ബോസ്നിയയിലെ നല്ല അടിപൊളിയൊരു സിറ്റിയിലാണ്. ഇവിടെ നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് സെറാജോയിൽ പഠിക്കുന്ന അമൽ എന്ന് പറഞ്ഞ കുട്ടി. അമൽ ഡി വേൾഡിൻ്റെ ആദ്യത്തെ സ്റ്റുഡൻ്റാണ് ഈ യൂണിവേഴ്സിറ്റിയിലോട്ട്. അതേപോലെ ഒരു കാര്യം പറയാനുള്ളത്, കേരളത്തിൽ നിന്ന് ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ഈ യൂണിവേഴ്സിറ്റിയിലോട്ട് അയച്ചതിൻ്റെ ക്രെഡിറ്റും ഡി വേൾഡ് തന്നെയാണ്. സോ ഹൈ അമൽ, ഹൗ ആർ യു? ഐ ആം ഫൈൻ. ഓൾ ഗുഡ്. ഫോർത്ത് ഇയർ ആണ്? ഫോർത്ത് ഇയർ അല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ? സ്റ്റഡീസ് കുഴപ്പമില്ലാതെയാണ് പോകുന്നത്. ഓക്കെ. ഇപ്പം ക്ലാസ് ടൈമിങ്സും എല്ലാം ഫ്ലെക്സിബിൾ ആണ്. അപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യാനെല്ലാം പറ്റുന്നുണ്ട്. ഇങ്ങനെ ഹെക്റ്റിഷ് സ്കെഡ്യൂളൊന്നും അല്ല. യൂണിവേഴ്സിറ്റിയും അതേപോലെ നിങ്ങളുടെ ആ ഒരു ടീച്ചിങ് മെത്തേഡും പ്രൊഫസേഴ്സും ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ എന്താണ് വരും സ്റ്റുഡൻസിനോടും അല്ലെങ്കിൽ അവരുടെ പാരൻസിനോടും എന്താണ് പറയാനുള്ളത്? ഇപ്പം പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻ അല്ല നമ്മൾ തമ്മിൽ. അവർ ഫ്രണ്ട്സ് ആ ഒരു രീതിയിലാണ് സ്റ്റുഡൻസിനെ അവർ കാണുന്നത്. എല്ലാം നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അവർക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലാതെ എല്ലാം നല്ല രീതിയിലാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യണതും പഠിപ്പിക്കുന്നതും എല്ലാം നമ്മളെ. ഓക്കെ. നിങ്ങൾ താമസിക്കുന്ന ഈ ഒരു ടൗൺ അല്ലെങ്കിൽ ഈ ഒരു സിറ്റിനെ കുറിച്ച് എന്താണ് പറയാൻ? മൂസ്ലി എന്ന് പറയുമ്പം ഇത് ചെറിയൊരു സിറ്റിയാണ്. പീസ്ഫുൾ ആണ്. എവിടെ നോക്കിയാലും ഈ മല, വെള്ളം, അങ്ങനത്തെ ഒരു വൈബാണ് ഇവിടെ. പിന്നെ ഇവിടെ മെയിൻലി എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം സ്ട്രിക്റ്റ് ആണ്. ഇവിടെ ഈ വേറെ കൺട്രീസിനെ മാതിരി ഈ ഡ്രഗ്സ് യൂസ് ചെയ്യണത്, അങ്ങനത്തെ ഇത് സബ്സ്റ്റൻസ് അങ്ങനത്തെ ഇതൊന്നുമില്ല. പിന്നെ പോലീസ് ചെക്കിങ് അതെല്ലാം ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ മെയിൻലി എന്ന് പറയുമ്പോൾ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് മെയിനായിട്ട് എന്ന് പറയുമ്പോൾ പഠിക്കുക, പിന്നെ പോവുക, നമ്മളെ കാര്യങ്ങൾ നോക്കുക, ആ ഒരു ഇതാണ് ഇവിടെ. ഓക്കെ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും തൊട്ടടുത്ത് അവൈലബിൾ ആണ് ഇവിടെയൊക്കെ? അപ്പം നമ്മൾ എവിടെ അപ്പാർട്ട്മെന്റ് എടുത്താലും അത് തൊട്ടടുത്ത് തന്നെ കട കാണും. അല്ലെങ്കിൽ അല്ലാതെ ഗ്രോസറീസ് എടുക്കാൻ എല്ലാത്തിനും എത്തുന്ന ദൂരത്തിലാണ് കടകളും റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉള്ളത്. ഓക്കെ. ഇപ്പൊ താമസിക്കുന്നത് സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെന്റിലാണെന്ന് എനിക്കറിയാം. യൂണിവേഴ്സിറ്റിന്നൊക്കെ ഭയങ്കര ദൂരം ഉണ്ടോ? ഇല്ല, ഇപ്പം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ തന്നെ തൊട്ടടുത്ത് നമുക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പം നാട്ടിലത്തെ ഒരു 50 rupees കൊടുത്താൽ തന്നെ നമുക്ക് പോയി വരാനുള്ള ഇതേ ഉള്ളൂ. എക്സ്പെൻസീവ് ഉള്ളൂ. ഓക്കെ. ആക്ച്വലി ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര അടിപൊളി ക്ലൈമറ്റ് ആണ്. ഇപ്പോ നല്ലൊരു ചെറിയൊരു തണുപ്പുള്ളൊരു ക്ലൈമറ്റും ഇതിനു മുമ്പ് വിന്ററൊക്കെ ആയിരുന്നു. സോ ഈ ഒരു ക്ലൈമറ്റ് റിയലി നാട്ടിലത്തെ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് മിസ്സാവുന്ന ഒരു ക്ലൈമറ്റ് ആണ് ഇതൊക്കെ. ഇത് ആക്ച്വലി ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ നമ്മൾ പുറം രാജ്യങ്ങളിൽ കാണുന്ന ആ ഒരു 4 സീസണൊക്കെ നമുക്ക് ഇവിടെ റിയലി ആ ഒരു എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും. സോ അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ? പിന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്. ചൂടും അല്ല തണുപ്പും ഇല്ല. നാട്ടിലത്തെ പോലെ ടൂ മച്ച് ചൂട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതില്ല. മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ്. ഇവിടെ ബോസ്നിയൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ബോസ്നിയൻ സെർബിയൻസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അല്ലേ? സോ അവരായിട്ട് സംസാരിക്കുമ്പോഴും ഓക്കെ, എനിക്കറിയാം ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ പുതിയ നാട്ടിലത്തെ ഒരുപാട് സ്റ്റുഡൻസ് മിസ്സാവുന്ന ഒരുപാട് കാര്യം ഇവിടെ ഉണ്ട്. ഒന്ന് ഈ ഒരു കൈൻഡ് ഓഫ് യൂറോപ്യൻ എഡ്യൂക്കേഷൻ, അതേപോലെ ഒരു കുട്ടി ഇന്ത്യക്ക് പുറത്ത് പോകുമ്പോൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഡിസിഷൻ മേക്കിംഗ്, അതേപോലെ സെൽഫായിട്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്റ്റുഡൻസ് ഒരു അച്ചടക്കവും കാര്യങ്ങളൊക്കെ പുറത്ത് വരുമ്പോൾ അവർ പഠിക്കും. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാ സ്റ്റുഡൻസിനും മിസ്സാവും. ഞാൻ അമലിൻ്റെ അടുത്ത് ചോദിക്കുവാണ്, അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഇപ്പം ലൈഫിൽ കുറച്ചുകൂടി മെച്യൂരിറ്റി ആവും അല്ലെങ്കിൽ ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിരുന്നു? എൻ്റേത് പറഞ്ഞാൽ വലിയൊരു ഡിസിഷൻ ആയിരുന്നു. ഞാൻ +2 കഴിഞ്ഞിട്ട് എനിക്ക് ഫാമിലിയിൽ നിന്ന് തന്നെ പ്രഷർ ഉണ്ടായിരുന്നു. ഈ കോഴ്സ് എടുക്കണം, ആ കോഴ്സ് എടുക്കണം, ഇവിടെ പഠിക്കണം. അപ്പം ഫസ്റ്റ് ഞാൻ നീറ്റ് എഴുതി, എനിക്ക് റാങ്ക് കിട്ടി. അപ്പം അപ്പോഴേ പ്രഷറായിരുന്നു ഫാമിലിയിൽ. അപ്പം എൻ്റെ പാരൻസ് എന്ന് വെച്ചാൽ എൻ്റെ ഡിസിഷനാണ്. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആവണം. പാരൻസിൻ്റെ ഇവിടെ നിന്ന് മാറി സ്വന്തമായിട്ടുള്ള ഡിസിഷനിൽ സ്വന്തമായിട്ട് അങ്ങനെ പഠിക്കണം. ആ ഒരു ഇതിലാണ് ഞാൻ അബ്രോഡ് ഈ ഓപ്ഷൻ നോക്കിയത്. അപ്പം ഞാൻ വേറെ യൂണിവേഴ്സിറ്റീസ് വെച്ച് നോക്കിയപ്പം ഇത് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഫീസ് സ്ട്രക്ചറും ഓക്കെയാണ്, ലൈക്ക് 6 വർഷത്തേക്ക്. അപ്പൊ എല്ലാം കൂടി നോക്കിയപ്പോൾ ഇതായിരുന്നു എനിക്കൊരു സ്യൂട്ടബിൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അന്ന് അമല് പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ട്യൂഷൻ ഫീസ് 3200 euro ആണ് അല്ലേ? ഇന്നിപ്പോ 3600 ആയി. എന്നാലും ഒരു 50,000 ഡിഫറൻസ്. അഫോർഡബിൾ ആണ്. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ മെയിനായിട്ട് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയും പുറത്തോട്ടുള്ള ഒരു നല്ലൊരു ഓപ്ഷൻ. പിന്നെ ഞാൻ നോക്കിയ പുതിയ സ്ഥലമാണ്. അപ്പം അധികം ആർക്കും ഒന്നും അറിയാത്ത സ്ഥലം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം ഇറ്റ് വാസ് ലൈക്ക് നോർമൽ യൂറോപ്യൻ സിറ്റി. ആക്ച്വലി ബോസ്നിയ എന്ന് പറയുന്നത് റിയലി ഒരു ഹിഡൻ ഒരു MBBS ഡെസ്റ്റിനേഷൻ ആണ്. 4 കൊല്ലം മുമ്പ് ഡി വേൾഡ് ഒരു സ്റ്റുഡന്റിനെ ആക്ച്വലി
ഞാൻ ഇവിടെ വന്ന് നേരിട്ട് യൂണിവേഴ്സിറ്റിയും ഈ സിറ്റിയും കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു സ്റ്റുഡൻറ്റിനെ വിടുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിവിടെ ഒരുപാട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. കാരണം എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് ആണെങ്കിലും ഇവിടെ കൊടുക്കേണ്ട അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ആണെങ്കിലും യൂണിവേഴ്സിറ്റിയിലത്തെ ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് ആണെങ്കിലും ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു മാർക്കറ്റിംഗ് നാട്ടിൽ നടത്തി. പക്ഷേ ഇന്ന് ബോസ്നിയയിലൂടെ ഒരുപാട് സ്റ്റുഡൻസ് കയറുന്നുണ്ട്. ഇവിടെ വന്ന ഒരുപാട് സ്റ്റുഡൻസ് വളരെ ഹാപ്പിയറാണ്. ഏതൊരു പാരൻറ്റിനും ഏതൊരു സ്റ്റുഡൻറ്റ് ബോസ്നിയയിൽ പഠിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനെ എങ്ങനെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്താലും നല്ല അഭിപ്രായങ്ങളെ പറയാനുള്ളൂ. എന്തായാലും കൂടുതൽ വിശേഷങ്ങൾക്ക് സ്റ്റേ ട്യൂൺഡ്.